പി ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അദ്ദേഹം പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രയോജനമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പിന്നെ ആർക്കാണ് സംശയം? അതാരും CPM നേതാക്കന്മാരാരും തന്നെ അതിന് ന്യായീകരിക്കാൻ വന്നിട്ടില്ല. കാരണം 3 പ്രസിഡന്റുമാരാണ് അകത്താക്കിയത്. 2 പേരെ അകത്താക്കിയത് കഴിഞ്ഞ സർക്കാരാണ്. ഞങ്ങളുടെ കാലത്ത് പഴയതിൻ്റെ ബാക്കിയായിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അല്ലാതെ ഞങ്ങളൊന്നും ഇതിൽ ഇടപെട്ടിട്ടുമില്ല. ഞങ്ങൾക്കതിൽ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് തന്നെ ഞങ്ങളിപ്പോൾ തൊടാൻ പോയിട്ടില്ല. ഏതായാലും വരട്ടെ, നമുക്ക് ചാർജ് ഷീറ്റ് വരട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഫൈനൽ ചാർജ് ഷീറ്റ് വരട്ടെ, അതനുസരിച്ച് സർക്കാർ തീരുമാനിക്കും. അല്ല, അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ സർവീസിലിരുത്താൻ കൊള്ളുന്ന ആളല്ല. ഇപ്പോൾ ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ഭരിക്കുന്ന സർക്കാരിനെ അനുസരിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ഒബ്ജക്ഷനുമില്ല. പക്ഷേ അതിനുവേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ആളുകളെ തലതല്ലി പൊളിക്കാൻ പറയുക, പിന്നെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന പൂരം കലക്കുക, എന്തൊക്കെയാണ് ചെയ്യുക കഴിഞ്ഞ പ്രത്യേകിച്ച് അവസാനത്തെ 5 വർഷക്കാലം. സത്യത്തിൽ പിണറായി വിജയനെ കുഴിയിലിറക്കിയതിൻ്റെ മുഖ്യ പങ്കാളി അദ്ദേഹമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ, ഈ തരക്കാരൊന്നും സർവീസിലുണ്ടാവാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഏതായാലും അന്വേഷണം നടക്കട്ടെ, ബാക്കി കാര്യങ്ങൾ പുറത്തു വരാം. പിന്നെ ഇന്നലെ നീറ്റിൻ്റെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായി ഇന്നലെ SFIയുടെ ഒരു സമരം നടന്നു. എല്ലാ വിദ്യാർത്ഥികളും സമരരംഗത്താണ്. പക്ഷെ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ നീറ്റിനെ കുറിച്ചോ മോഡിയെക്കുറിച്ചോ ധർമ്മേന്ദ്ര പ്രധാനെ കുറിച്ചോ അല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സമരരംഗത്ത് വന്നു. ഇതിനെക്കുറിച്ചാണോ ഗവേഷണം നടത്തേണ്ടത്? ഇന്ത്യ മുഴുവൻ ഒരു സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്താണ് അതിലും കുളം കലക്കാനുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തുന്നത്. ഇനിയെങ്കിലും ഈ ശരീരം CPMലും മനസ്സ് BJPയോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം മാറ്റണം എന്നാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. കണ്ടുപിടിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത് കണ്ടുപിടിക്കും. അല്ല, അത് ആൾക്കാരെ കണ്ടുപിടിക്കണമല്ലോ. അല്ല, മൊഴി രേഖപ്പെടുത്തി കേസ് എടുക്കേണ്ട സമയത്ത് കേസ് എടുക്കും. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. ചാടിക്കയറി കേസ് എടുക്കാൻ തെളിവ് വേണം.